പോരൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ പട്ടണംകുണ്ട് പ്രദേശവാസികൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ ദുരിത ജീവിതം നയിക്കുകയാണ്. വർഷങ്ങളായി തെരുവുവിളക്കുകൾ പ്രവർത്തനരഹിതമായതും പട്ടണംകുണ്ട് കാക്കത്തോട് റോഡ് തകർന്നു കിടക്കുന്നതും പ്രദേശവാസികളുടെ യാത്രയും സുരക്ഷയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പട്ടണംകുണ്ട് പ്രദേശത്ത് വർഷങ്ങളായി തെരുവുവിളക്കുകൾ തെളിയാത്തത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുകയാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നിത്യേന ഉപയോഗിക്കുന്ന ഈ വഴിയിൽ രാത്രിയായാൽ കനത്ത ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. ഇരുട്ടിന്റെ മറവിൽ കാട്ടുപന്നികളുടെയും തെരുവുനായകളുടെയും മറ്റ് ഇഴജന്തുക്കളുടെയും ശല്യം പതിവാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ പ്രയാസമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ മദ്രസകളിലും സ്കൂളിലും പോകാനും വൈകുന്നേരങ്ങളിൽ അവിടെ ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുന്ന ഈ പ്രദേശം വൈകുന്നേരമായാൽ ഇരുട്ട് മൂടുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഈ വഴിയിലൂടെ കാട്ടുപന്നികളും അതുപോലെ നായകളും ഇഴജന്തുക്കളൊക്കെ സജീവമായ ഒരു പ്രദേശമാണ് ഈ പട്ടണംകുണ്ടിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞത്. ഈ ഭാഗത്ത് തെരുവിളക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് രാത്രികാലങ്ങളിലെ യാത്രക്കൊക്കെ. ഈ ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ പട്ടണംകുണ്ട് ഭാഗത്തിലെ ആളുകളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ഈ തെരുവിളക്കുകൾ സജീവമാക്കിയിട്ട് ഈ പ്രദേശത്തിലെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അധികൃതർ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി സൂചിപ്പിക്കാനുള്ളത്. തെരുവുവിളക്കുകളുടെ പ്രശ്നത്തിനൊപ്പം പട്ടണംകുണ്ട് കാക്കത്തോട് റോഡിന്റെ ശോചനീയ അവസ്ഥയും ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ഏറെ ദുഷ്കരമാണ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിലെ കുഴികളും തകർന്ന ഭാഗങ്ങളും കാരണം വാഹനയാത്രയും കാൽനടയാത്രയും ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്നതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പട്ടണംകുണ്ട് കാക്കത്തോട് ഭാഗത്തുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇത് പഞ്ചായത്തിലും ഒരുപാട് സ്ഥലത്ത് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ഇവിടുന്ന് വിജയിച്ചു പോകുന്ന ഓരോ പ്രതിനിധികളും പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടുത്തെ പ്രദേശവാസികളെ സംഘടിപ്പിച്ച് നടത്തുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യങ്ങൾ വന്ന് കണ്ട് വിലയിരുത്തി എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. ഏകദേശം 20ഓളം വീടുകൾ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റോഡ് മാർഗമുള്ള ഗതാഗതം നിലച്ചിരിക്കുകയാണ്. തെരുവുവിളക്കുകൾ പുനഃസ്ഥാപിക്കണമെന്നും തകർന്ന റോഡ് അടിയന്തരമായി നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. വീതൻശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ കീപ്പെട്ട്, അതായത് പട്ടണംകുണ്ട് ഭാഗത്ത് പകുതി സ്ഥലം വളരെ ദയനീയാവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ പോകുന്നത്. അതായത് ഒരു തെരുവിളക്ക് കത്തിയിട്ട് 7 കൊല്ലം 8 കൊല്ലമായി. അതേമാതിരി റോഡിൻ്റെ കാര്യം അങ്ങനെ തന്നെ. ഇവിടെ നിന്നാണ് കീപ്പെട്ട് റോഡില്ല. ഈ പള്ളിൻ്റെ അവിടെ നിന്നാണ് കീപ്പെട്ട് റോഡ് എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ അത്രയും ദയനീയാവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരിക. നമ്മളെ ഈ പൈപ്പ് ലൈന് കീറിപ്പോയിട്ടേ ഒരു 2 കൊല്ലത്തോളമായി. ഇതുവരെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ശരിയാക്കി തരും, മറ്റൊരു ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. ഇപ്പോൾ മുട്ടിനിക്കായത്തിലാണ് ആ കുണ്ട് കിടക്കുന്നത്. അപ്പോൾ ആ കുണ്ടുകളിലെ കുട്ടികളും കടന്ന് വല്ല വണ്ടി എന്തെങ്കിലും കുത്തിമറിഞ്ഞാൽ ഒരു കജ്ജകാലൊക്കെ ഓടി. ആ കോലത്തിലാണ് ഇപ്പോൾ അതിലെ പൈപ്പ് ലൈൻ കീറിപ്പോയത്. സ്കൂൾ എൻ്റെ കുട്ടികൾക്ക് പോകാൻ വരെ വണ്ടി ഇറങ്ങുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് റോഡ് കിടക്കുന്നത്. കുണ്ടും കുഴിയായിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. അത്രയും പെട്ടെന്ന് അത് പരിഗണിക്കണം. ജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ട് CPM പട്ടണംകുണ്ട് ബ്രാഞ്ച് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകി. CPM ബ്രാഞ്ച് സെക്രട്ടറി P. പ്രജീഷ്, DYFI സെക്രട്ടേറിയറ്റ് അംഗം ഷുഹൈബ്, മേഖലാ കമ്മിറ്റി അംഗം T. ഷറഫലി, V. കുഞ്ഞാപ്പ, P. ഉമ്മർ, T. ഹബീബ്, T. സലീം, K. ഫവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പട്ടണംകുണ്ട് കാക്കത്തോട് റോഡിന്റെ നവീകരണവും തെരുവ് വിളക്കുകളുടെ പുനഃസ്ഥാപനവും എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.